ഞാൻ ലാസ്റ്റ് ചെയ്തത് ഷാഗ് ഹെയർ കട്ടാണ്. അതിപ്പോൾ വളർന്ന് ഏകദേശം ഒരു യൂഷ്വൽ അല്ലെങ്കിൽ റെഗുലർ ഹെയർ കട്ട് പോലെ, എന്താ സ്റ്റെപ്പ് കട്ട് അല്ലെങ്കിൽ ലെയർ കട്ട് പോലെ വന്നിട്ടുണ്ട്. എനിക്കപ്പോൾ ഒരു മാറ്റം വേണമെന്ന് തോന്നി. തിരിച്ച് ഷാഗിലേക്ക് പോകണോ അതോ എൻ്റെ പഴയ ബോബ് ഹെയർ കട്ട് വേണോ എന്നിങ്ങനെ കുറേ നേരം ഹെയർ സ്റ്റൈലിസ്റ്റിനോട് സംസാരിച്ചിട്ട് ഫൈനലി നമ്മുടെ പണ്ടത്തെ ആ ബോബില്ലേ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായാലും ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്ത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഹെയർ ഇപ്പോൾ വളർന്നിട്ട് ഷോൾഡറൊപ്പം എത്തുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ലോങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് കെയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അതുകൊണ്ട് എനിക്കിപ്പോൾ മോസ്റ്റ്ലി കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഷോർട്ട് ഹെയർ ആണ്. എത്രത്തോളം ഷോർട്ട് ഹെയർ ആക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഷോർട്ട് ആക്കും കേട്ടോ. ദിസ് ടൈം കുറച്ചും കൂടിയും ഷോർട്ടായിട്ടുള്ളൊരു ബോബാണ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്ഥിരം ഹെയർ കട്ട് ചെയ്യുന്ന വിനോദാണ് ഈ പ്രാവശ്യവും ഹെയർ കട്ട് ചെയ്യുന്നത് കേട്ടോ. സെയിം പാർലറിൽ തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് ഹെയർ കട്ട് ചെയ്യുക, വേറെ എവിടെയും പോകാറില്ല. ബിക്കോസ് ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് അയ്യോ ചെയ്യേണ്ടായിരുന്നു അങ്ങനത്തെ ഒരു തോന്നലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത്രയും ഹാപ്പിയാണ് ഞാനിവരെ സർവീസിൽ. ഈ സലൂണിൽ വേറെ കുറേ അഡ്വാൻസ് സർവീസസ് ഉണ്ട്. അതിലൊന്നാണ് കൊറിയൻ ഹെയർ സ്പാ, പിന്നെ ഹൈഡ്രാ ഫേഷ്യൽസ് ഉണ്ട്. കൊറിയൻ ഹെയർ സ്പാ എനിക്ക് ഒരു വട്ടം ചെയ്യണമെന്നുണ്ട്. കാരണം വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എടുക്കുകയും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ. ഇനിയും ഒരുപാട് ഹെയർ കട്ട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ നാളായി, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് സ്റ്റോറി കണ്ടിട്ട് ചോദിച്ചു എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. സോ സോറി ഫോർ ദ ഡിലേ. ഇനി നമ്മൾ വേറെ ഹെയർ കട്ടൊക്കെ ട്രൈ ചെയ്യണതായിരിക്കും കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ എനിക്ക് ബോബ് തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. ലാസ്റ്റത്തെ ഹെയർ കട്ട് വീഡിയോയിൽ വന്ന കമൻസാണ് ഹെയർ കളർ ചെയ്തത് എവിടെയാണ്, എങ്ങനെയാണ്, ഏത് കളറാണ് ചൂസ് ചെയ്തത്, അതിൻ്റെ ഒരു വീഡിയോ ഇടുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാലിയാജി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മുടി വെട്ടിക്കളയുന്ന കാരണം കുറേയൊക്കെ പോയിട്ടോ. അതിൻ്റെ ഒരു ലെഫ്റ്റ് ഓവർ കളറാണ് ഇപ്പോൾ കാണുന്നത്. അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ബോബ് ചെയ്യണ കാരണം അതിൽ പകുതിയും പോയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നോട് പറഞ്ഞു ബാലിയാജി ഇനിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇന്നെന്തായാലും ഞാൻ ചെയ്യുന്നില്ല, നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത്രയും ഷോർട്ട് ഹെയർ ആക്കിയ കാരണം കുറച്ചൊന്ന് വലുതായിട്ട് നമുക്ക് ബോബ് തന്നെ കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ബാലിയാജി ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത്രയും ഷോർട്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കണ്ടാൽ അറിയാൻ പറ്റും, നല്ലോണം ഷോർട്ടായിട്ടുണ്ട്. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ലെയർ ഹെയർ കട്ടായ കാരണം നമ്മൾ ബോബ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആണല്ലോ അതിൻ്റെ അറ്റം വരെ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെവിക്കൊപ്പം തന്നെ കയറ്റി വെട്ടിയാലേ അത് ലെവലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ടായി പോയത്. എനിവേ ഹെയർ എന്തായാലും ഒരു 2-3 മാസത്തിനകം വലുതാവും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ പിന്നെ ഞാൻ ഓക്കെയാണ്. എനിക്ക് വെട്ടിയപ്പോൾ തന്നെ മനസ്സിലായി നല്ലോണം ഷോർട്ടായി എന്നുള്ളത്. ഹെയർ കട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹെയർ സെറ്റിംഗ് ആണ് നടക്കുന്നത്. എനിക്കിതുപോലെ അയൺ ചെയ്ത് ഇങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒന്ന് നന്നായിട്ട് സ്ലീക്കായിട്ട് അയൺ ചെയ്താലാണ് എക്സ്ട്രാ ഹെയർ ലെങ്ത്ത് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ലെവലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അയൺ ചെയ്യുകയാണേ. വളരെ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് അയൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊക്കെ വീട്ടിൽ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ലോ ടെമ്പറേച്ചറിൽ ഇട്ടിട്ടാണ് ചെയ്യുക. അതും അത്ര അങ്ങോട്ട് സ്ലീക്ക് ലുക്ക് ആക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ ഹെയർ കട്ട് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നല്ലോണം അയൺ ചെയ്തെടുക്കുന്നത്. എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ വന്നിട്ടൊരു സെമി വേവി ടൈപ്പ് ഹെയർ ആണ്. അയൺ ചെയ്തിട്ട് തന്നെ ഇത്ര ലെങ്ത് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് വാഷിൽ ഹെയർ എന്തായാലും ചുരുണ്ട് കയറും എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫേസിൽ ആ ഒരു ടെൻഷൻ ഉണ്ട്. അതായത് ചുരുണ്ട് കയറുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഒന്നും കൂടിയും ഷോർട്ട് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചിന്തകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ എന്താവും എന്നുള്ളത്. അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം പുള്ളി പിന്നെ ഒന്നും കൂടിയും ലെവലാക്കിയപ്പോൾ കുറച്ചും കൂടിയും ഷോർട്ടായി. ഇതിന് ശേഷം ബാക്ക് സൈഡ് നന്നായിട്ട് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഷേവ് ചെയ്തിട്ട് നന്നായിട്ട് ട്രിമ്മർ വെച്ചിട്ട് ലെവൽ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബോബ് ഹെയർ കട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2-3 കുട്ടികൾ അവർ ബോബ് കട്ട് ചെയ്തതിൻ്റെ
ഫോട്ടോസ് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. തുടർന്നും വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഹെയർ നല്ലോണം ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. ബാക്ക് സൈഡ് കാണാനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് കയറ്റിയിട്ട് ഫ്രണ്ടിലോട്ട് വരും തോറും കുറച്ചൊന്ന് ഇറക്കിയിട്ട്, അതായത് 2 ചെവിയുടെയും തൊട്ട് താഴേക്കാണ് എടുത്തിട്ടുള്ളത്. അതല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടല്ല. യൂഷ്വലി നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ? എൻ്റെ ഹെയർ കട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ അധികം പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.